ഭഗവാന്റെ വിഷ്ണുവിൻ്റേതായിട്ടുള്ള അവതാരമാണ് ശ്രീരാമൻ. ഈ അവതാര ഉദ്ദേശം രാവണ നിഗ്രഹവും ദുഷ്ടനിഗ്രഹവുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഇനി തിരിച്ച് വൈകുണ്ഠധാമത്തിലേക്ക് ശ്രീരാമൻ പോകേണ്ട ഒരവസരം വന്നപ്പോൾ അതിനെ ഓർമ്മപ്പെടുത്താനായിട്ട് ബ്രഹ്മാവ് നേരെ യമരാജാവിനെ കണ്ടിട്ട് സംസാരിക്കുകയാണ്. വിഷ്ണുവിൻ്റെ അവതാര ഉദ്ദേശം കഴിഞ്ഞു. ഇനി തിരിച്ച് അദ്ദേഹം വീണ്ടും വൈകുണ്ഠധാമത്തിലേക്ക് തിരിച്ചു വരണം. അതിനായിട്ട് അദ്ദേഹത്തിനെ ഒന്ന് ഓർമ്മപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് യമരാജാവിനോട് പറഞ്ഞ് ബ്രഹ്മാവ് തിരിച്ചു പോവാം. ഇനി വരുന്നത് ബ്രഹ്മാവിൻ്റെ ആ ലക്ഷ്യം പ്രാപ്തിക്കായിട്ട് യമരാജാവ് നേരെ ഭൂമിയിൽ വന്ന് ഒരു സന്യാസ രൂപം ധരിക്കുകയാണ്. അതിബലൻ എന്നാണ് ആ സന്യാസിയുടെ പേര്. അദ്ദേഹം ശ്രീരാമനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഭഗവാനെ, എനിക്ക് പേഴ്സണലായിട്ട് ഒരു സ്വകാര്യമായിട്ട് അദ്ദേഹത്തിനോട് താങ്കളോട് സംസാരിക്കുവാനുണ്ട്. അതിനായിട്ടൊരു മുറി സജ്ജീകരിച്ചിട്ട് നമുക്കത് അവിടെ ഇരുന്നിട്ട് സംസാരിക്കാം. ഇത് ആരും കേൾക്കുകയും വേണ്ട. അതിന് അതിശക്തമായിട്ടുള്ളൊരു കാവലും ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേരെ ഒരു സ്വകാര്യമായിട്ടുള്ളൊരു മുറിയിൽ രണ്ടുപേരും പ്രവേശിക്കുകയാണ്. അതിന് കാവൽ നിൽക്കുന്നത് ലക്ഷ്മണനായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സ്വകാര്യ സംഭാഷണം നടക്കുന്നു. പുറത്ത് ലക്ഷ്മണൻ കാവൽ നിൽക്കുന്നു. ഈ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ദുർവാസ മഹർഷി, അദ്ദേഹം അതീവ കോപ്പിയായിട്ടുള്ളൊരു സന്യാസി വര്യനാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉടൻ ശ്രീരാമനെ കാണണം, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോഴേക്കും ലക്ഷ്മണൻ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്വകാര്യ സംഭാഷണം നടക്കുകയാണ്, അപ്പോൾ അതിനകത്ത് പ്രവേശനം പാടില്ല. ദുർവാസാവൻ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ രണ്ടുപേരും ശപിക്കും, എനിക്ക് ഉടനെ കാണാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക, വ്യവസ്ഥ ചെയ്യുക. ആ പറഞ്ഞ വാക്കുകൾ അനുസരിക്കാതെ പറ്റാത്തതുകൊണ്ട്, നേരെ മറിച്ച് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ട്, വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ട് ലക്ഷ്മണൻ അകത്ത് കയറിയിട്ട് ദുർവാസ മഹർഷി വന്നതിൻ്റെ കാര്യം ശ്രീരാമനോട് അവതരിപ്പിക്കുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, പറഞ്ഞ വാക്ക് പാലിക്കാതെ വരുന്നു. മറ്റേത് അനുസരണക്കേട് കാണിക്കാതെ സാധിക്കുന്നു. ഇത് രണ്ടിനും പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു വഴിയാണ് ദുർവാസ മഹർഷി ചെയ്തത്. പക്ഷേ ഇതിൻ്റെ പരിണതഫലം എന്തായിരുന്നു? ലക്ഷ്മണന് തൻ്റെ വാക്കിൽ പാലിക്കാത്തതിൽ അതീവ ദുഃഖമുണ്ടായി. ഈ തൻ്റെ വാക്ക് പാലിക്കാത്ത വന്നു കഴിഞ്ഞാൽ താൻ ഉടനെ മരണത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ ശരീരം ഉപേക്ഷിക്കും എന്ന് ചേട്ടനോട് വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീരാമൻ്റെ അവതാര ഉദ്ദേശം കഴിഞ്ഞ് തിരിച്ചു പോകണം. ഒന്ന്, ലക്ഷ്മണൻ്റെ തിരോധാനം, ഈ ഭൂമിയിൽ നിന്ന് പോകണം. ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയത്ത് നടക്കുകയാണ്. ശ്രീരാമൻ സരയൂ നദിയിലേക്ക് സപരിവാരം നീങ്ങി തൻ്റെ അവതാര മഹാത്മ്യം തീർത്ത് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുന്നു. അതോടൊപ്പം തന്നെ ലക്ഷ്മണനും ആ സരയൂ തന്നെ തൻ്റെ ജീവിതം, തൻ്റെ അവതാരം അവസാനിപ്പിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണമാണ് അതിബലൻ എന്ന ഈ സന്യാസി ശ്രേഷ്ഠനും ദുർവാസ മഹർഷിയും. ഇതെല്ലാം നിയോഗമാണ്. ഈ ചരിത്രത്തിൽ, ഇതിഹാസത്തിൽ പറഞ്ഞ നിയോഗങ്ങളിൽ അത് നടക്കേണ്ട സമയത്ത് നടന്നു. നടക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്, മാധ്യമം മാത്രമാണ് ഈ സന്യാസി വര്യനായിട്ടുള്ള അതിബലനും. യമരാജാവിൻ്റെ രൂപമാണെങ്കിലും ഒരു മനുഷ്യരൂപം